ഒരു അവസ്ഥയിൽ അണ്ണനെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടെണ്ണ. മന്ത്രിയാക്കി മാലയിട്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പൊ ഫോട്ടോയ്ക്ക് മാല വെച്ചില്ലേ. ആ കൊലപാതകം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അവന്റെ കാലിന്റെ അടിയിലെ മണ്ണ് കിട്ടിയാൽ മതി നമുക്ക്. കാലിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്താ നീ എന്ത് ചെയ്യും? മന്ത്രവാദം ചെയ്ത് കൊലപാതകയെ കണ്ടുപിടിക്കൂ. ഒന്ന് പോടാ. അണ്ണൻ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴാ മരണ വീട്ടിൽ അവന്റെ കേസന്വേഷണം. അതല്ല സാറേ. പിന്നെ ഒരാഴ്ച കൂടി സമയം തരും. നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയണ്ട. അവന്റെ മുഴുവൻ വിവരം എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ശരിയാക്കി കളയും. ഓർമ്മിച്ചോ? എന്നെ അവൻ കോപ്പ് ശരിയാക്കും ചാട്ടിത്തലയൻ. അണ്ണാ, അണ്ണനെന്തിനാ എങ്ങനെ ഇരിക്കുന്നേ? അണ്ണന് ഞാനുണ്ടണ്ണ. ഇന്നു മുതൽ എല്ലാ പോലീസും അണ്ണന്റെ വീടിന്റെ വാതിലാണ്. അണ്ണന് വേണ്ടി എന്റെ ജീവൻ പോലും തരാൻ തയ്യാറാണ്. ജീവൻ എനിക്ക് തിരിച്ചു താ. രാഷ്ട്രീയക്കാരന്റെ പൊലയാട്ട് വിളമ്പിയ കൊന്നുകളയും ഞാൻ. വേണ്ട സാർ, എന്താ ചെയ്യണ്ട? എന്ത് ചെയ്യുന്ന? ഈ കാക്കി ഡ്രസ് എല്ലാം നിന്റെ വീട്ടിലെ കാവലിന് മതി. ഈ വിഷയത്തിൽ പോലീസ് തലയിട്ട ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. പിന്നെ ഈ പ്രാന്തൻ ആരാടാ? ബഹുമാനം ബഹുമാനം ബഹുമാനം. അല്ല സാർ ആരാ? സുരേന്ദ്രൻ, കൂതറ സുരേന്ദ്രനടാ. സിഗരറ്റ് എന്തിനാ വന്നിരിക്കുന്നത്? ഇവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവാ. കളവാണെങ്കിൽ ഇവന്റെ ബോഡി ബോംബയ്ക്ക് പാഴ്സൽ ചെയ്തേക്ക. ഓ ഇത് കൂട്ടിരിക്കാണല്ലോ. എവിടെ പോയി പറയടാ? അതേ പൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം. എടാ, എവിടെ ഇവരൊക്കെ? അവര് വീടൊഴിഞ്ഞു പോയി. വീടൊഴിഞ്ഞു പോയതോ? എങ്ങോട്ടാണ് പോയത്? ഡൽഹിക്ക് പോവാന്നാ പറഞ്ഞേ. എങ്ങനെയാ പോയത്? മാരുതി വാനില്. മാരുതി വാനിലോ? എന്തിനാണ് നിങ്ങൾ 3 പേരും ആദ്യം ഡൽഹിയിലേക്ക് പോകണം? നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആർജിക്സ് അറിഞ്ഞു കഴിഞ്ഞു. വേഗം പോണം. ഞാൻ വരാം. അവന്മാരെ വെട്ടിയിട്ട് വരാം. അവന്മാരെ വെറുതെ വിട്ട ഈ നാട് ചുടുകാടാക്കി മാറ്റി. അമ്മ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ സമയമില്ല. മതി. നഷ്ടപ്പെട്ടതെല്ലാം മതി. നിങ്ങൾ എനിക്കൊരിക്കലും നഷ്ടമാകരുത്. ഞങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നീ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. എടാ, നിനക്ക് എന്തെങ്കിലും ഒന്ന്. നിങ്ങളുടെ സ്നേഹവും ആ ദൈവവും ഉള്ളതുവരെ നിങ്ങളുടെ മകനെ ആർക്കും ഒരു ചുക്ക് ചെയ്യാൻ സാധിക്കില്ല.
മോനെ വന്ന് കേറ്. മോനെ ആദി വാടാ മോനെ. രാജ, നിന്നെ വെല്ലുവിളിച്ച് നിന്റെ ആൾക്കാരെ കൊന്നത് ഞാൻ തന്നെ. നീ കണ്ടതല്ലേ ലോറിയിൽ വന്നവരുടെ അവസ്ഥ? അങ്ങനെ ഈ ആദ്യ കളി പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ചുമ്മാ ഡയലോഗ് അടിച്ചിട്ട് നിന്നെ പോലെ അങ്ങനെ നിക്കാറില്ല. അവിടെ ഇരിക്കടാ.
എന്താടാ ഇവനെ അടിക്കാൻ ആളെ വെച്ചിട്ട് ഇവൻ ചങ്ക് വിരിച്ചു ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഓർക്കുക അല്ലേ? ഞാനേ എതിരാളികൾ എവിടെ വരുന്നോ അവിടെ സിക്സർ അടിച്ചിട്ട് സെന്ററിൽ ചെയർ ഇട്ടിരിക്കുന്നതല്ലേ നമ്മുടെ ശീലം തന്നെ. അടിച്ചു നോക്കുന്നോ? ഓരോ ബോളും ബൗണ്ടറി താണ്ടി സിക്സർ അടിക്കുന്ന പോലെ പന്ത് പറന്നു പോകും. പറന്ന് 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 പറന്നങ്ങ് പോടാ. ആരാടാ നീ? കേസിപ്പിയുടെ മോനാണോ? മോനല്ലടാ, പുലി പുലി പുലിയാണടാ. ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടമായി. എന്റെ ആളുകളെ കൊന്ന് ഒന്നും അറിയാത്തവനെ പോലെ വന്നിരുന്ന് എന്റെ മുന്നിൽ വന്ന് എന്നെ എതിർക്കാൻ കാണിച്ച നിന്റെ ഈ ധൈര്യം വളരെ ഇഷ്ടപ്പെട്ടു. എന്താടാ നിന്നെ കണ്ട വിറയ്ക്കുമെന്ന് വിചാരിച്ചോ നീ? നിനക്ക് ചുമ്മാ കൊരയ്ക്കാനേ അറിയത്തുള്ളൂ. ഞാൻ കൊരവള്ളി എടുക്കുന്നവനാടാ. എന്റെ സിരകളിൽ ഓടുന്ന ഓരോ തുള്ളി രക്തവും ഇത്ര വർഷമായിട്ട് നിന്നെ വെട്ടാൻ തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടാ. വെല്ലുവിളിയാണ്. നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ കുഴിച്ചുമൂടുന്ന വിദ്യ എന്താണെന്ന് നിനക്ക് കാണണം. കുഴിച്ചുമൂടാനാ? എന്നെയോ? അയ്യോ, ഇത് ഭയങ്കര തമാശയാണല്ലോ മച്ചമ്പി. എന്റെ ജീവനല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ഞാൻ ഒരുത്തനെ ഉള്ളടാ. ഒറിജിനൽ ഗണ്ണ. ആണാണെങ്കിൽ ഷൂട്ട് ചെയ്യും. ഇത് കേട്ടോ, പറ്റുമെങ്കിൽ എന്നെ കൊന്നേക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലേണ്ടി വരും. കൊല്ലട്ടെ കൊല്ലട്ടെ കൊല്ലട്ടടാ. പാട്ടാ അതൊന്ന് പൊട്ടിക്കട്ടെ ഞാൻ. നീ പെട്ടെന്ന് ചാകാൻ പാടില്ല. ഇഞ്ച് ഇഞ്ചായി ചാകണോടാ. ചുമ്മാ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല മച്ചാനെ, ചെയ്ത് കാണിക്കണം. തൊടില്ല, തൊട്ടാൽ വിടില്ല. തുണ്ടം തുണ്ടമായിട്ട് വെട്ടി തള്ളും ഞാൻ. മരണത്തിന് ഭയപ്പെടുന്നവനല്ലടാ ഈ RDX. വീണ്ടും തുടങ്ങിയോ? ഈ കണാഗുണ എന്നുള്ള വർത്താനൊന്നും എന്റെ അടുത്ത് വേണ്ട. വേറെ ആരോടെങ്കിലും പോയി പറ. പേടിയില്ലെങ്കിൽ ചുറ്റിന് വിമാരെന്തിനാടാ? നിനക്കാണാ പേടി? നിന്നെ തുണ്ടം തുണ്ടം വെട്ടൂന്നുള്ള പേടി? ഇല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഇത്ര ആൾക്കാരെ നീ അയക്കില്ല. നിന്റെ ആൾക്കാരിൽ രണ്ടുപേരെ കൊന്നപ്പം വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ എന്റെ കുടുംബത്തെ കൊല്ലുവിടാ. നിന്റെ അനിയനെ നിന്റെ കൺമുന്നിലിട്ട് ഞാൻ കൊല്ലും. ആ വേദനയിൽ നീ ചാകണം. ഇത് പോരെനിക്ക്. പോരാ, ഇനിയും നിന്റെ കണ്ണിൽ എനിക്ക് ഭയം കാണണം. ഇത് കേട്ടോ, ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ദുബൈയിലുള്ള അനിയനെ ഇവിടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവരും. നിനക്ക് മരണം ഭയമാണ്, എനിക്ക് മരണം ഇഷ്ടമാണ്. മാനം മാത്രമേ ഉള്ളൂ ആദിക്ക് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ മരണമൊന്നും കൊല്ലണമെങ്കിൽ ഇവനെ കൊല്ലണം. അതെല്ലാം മരിക്കണമെങ്കിൽ ഇവന്റെ കൈ കൊണ്ട് മരിക്കണം.